Thank you, brothers and sisters, for the warm welcome to be here with you all today. നിങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് തന്ന നല്ല സ്വാഗതത്തിനായിട്ട് നന്ദി സഹോദരന്മാരെ. It's been many years since I've come to Kerala. കേരളത്തിൽ വന്നിട്ട് വളരെ നാളുകളായി ഞാൻ. And it's a joy to be back. ഇവിടെ തിരിച്ചു വന്നതിന് ഒരു സന്തോഷമുണ്ട്. This time we are multiplied by 4. ഇപ്രാവശ്യം ഞങ്ങൾ 4 കൊണ്ട് ഗുണിക്കപ്പെട്ടു. Last time I came it was just Megan and me. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഞാനും മേഗനും മാത്രമായിരുന്നു. Now we are 8. ഇപ്പോൾ ഞങ്ങൾ 8 പേരുണ്ട്. But I'm looking forward to getting to know you all better. ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു. Let's turn to 1 John chapter 2. നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലേക്ക് തിരിയാം. One of my, this time when we came to Kerala, we came by flight. We flew here. ഇപ്രാവശ്യം ഞങ്ങൾ കേരളത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിലാണ് വന്നത്. But every other time I've come to Kerala, we took the train. എന്നാൽ മുമ്പൊക്കെ ഞാൻ വന്ന സമയത്ത് ട്രെയിനിലാണ് വന്നിരുന്നത്. I still remember the Island Express journey from Bangalore. ഞാൻ ഇപ്പോഴും ബാംഗ്ലൂരിൽ നിന്നുള്ള ഐലൻഡ് എക്സ്പ്രസിന്റെ യാത്ര ഓർക്കുന്നു. I knew all the train stops by memory. ആ ട്രെയിൻ നിർത്തുന്ന ഇടങ്ങളൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. Jolarpet, Salem, Erode, Palghat, etc. ജോലാർപേട്ട്, സേലം, ഈറോഡ്, പാലക്കാട് അങ്ങനെ ഉള്ള. And I loved trains when I was a little boy. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ട്രെയിനുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. And I couldn't sleep when I was on the train. I was excited anytime it was a new station. എനിക്ക് ട്രെയിനിൽ ആയിരിക്കുമ്പോൾ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു പുതിയ സ്റ്റേഷനിൽ വരുമ്പോൾ ഞാൻ ആവേശഭരിതനായിത്തീരും. I'm still a little boy like that. അങ്ങനെയുള്ള ഒരു ചെറിയ കുട്ടിയാണ് ഇപ്പോഴും ഞാൻ. But one of the things that I think about when we think about our theme of being ready for Christ's return. ക്രിസ്തുവിന്റെ മടങ്ങി വരവിന് വേണ്ടി തയ്യാറായിരിക്കുന്നതിനെ കുറിച്ചുള്ള നമ്മുടെ ആ തീമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, that before you get on the train you go to the train platform, the station. നാം ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ആ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പോകുന്നു. And on the platform in the station there's a lot of activity going on. ആ പ്ലാറ്റ്ഫോമിൽ, ആ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. People selling chai, coffee. ആളുകൾ ചായയും കാപ്പിയും വിൽക്കുന്ന ആളുകളുണ്ട്. And all kinds of hot food, egg dosa. നല്ല ചൂടുള്ള പല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, മുട്ട ദോശ. There's people selling toys. കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളുകൾ. People asking for money. പണം ചോദിക്കുന്ന ആളുകൾ. Lots of activity on the platform. ധാരാളം പ്രവർത്തനങ്ങൾ ആ പ്ലാറ്റ്ഫോമിൽ നടക്കുന്നുണ്ട്. And that's a picture of the world. അത് ഈ ലോകത്തിന്റെ ഒരു ചിത്രമാണ്. We are here on this world for a very short time, dear brothers and sisters. നാം ഈ ലോകത്തിൽ ആയിരിക്കുന്നത് വളരെ ചുരുങ്ങിയ ഒരു സമയത്തേക്കാണ്, പ്രിയ സഹോദരീസഹോദരന്മാരെ. But imagine if you came to the platform and decided to make that your home. എന്നാൽ നിങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് അത് നിങ്ങളുടെ വീടാക്കുവാൻ തീരുമാനിക്കുന്നതിനെ കുറിച്ച് സങ്കല്പിക്കുക. That platform is just a temporary stay. ആ പ്ലാറ്റ്ഫോം എന്നുള്ളത് തൽക്കാലത്തേക്ക് നിൽക്കുവാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. So that you can be ready when the train comes. ആ ട്രെയിൻ വരുമ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കേണ്ടതിന്. And I remember when I went to the platform, ഞാൻ ഓർക്കുന്നു, ഞാൻ പ്ലാറ്റ്ഫോമിൽ പോയപ്പോൾ there was only one thing on my mind. ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. When is the train coming? എപ്പോഴാണ് ട്രെയിൻ വരുന്നത്? That's what I was waiting for. അതിനാണ് ഞാൻ കാത്തിരുന്നത്. And my parents usually had to pull me back from going too close to the edge. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ആ പാളത്തിന്റെ അറ്റത്തേക്ക് പോകുന്നതിൽ നിന്നും എന്നെ പിടിച്ചു വലിച്ചു മാറ്റേണ്ടതുണ്ടായിരുന്നു. I was so excited for the train. ട്രെയിനിനെ കുറിച്ച് ഞാൻ വളരെ ആവേശത്തോടെ ആയിരുന്നു ഇരുന്നത്. And you, amidst all the other exciting things going on the platform, ആ പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന മറ്റ് പല സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാം നടുവിൽ there was one thing I was looking for. ഞാൻ ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. And one thing I was listening for. ഞാൻ ഒരു കാര്യത്തെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. The sound of the train engine horn. ആ ട്രെയിനിന്റെ എഞ്ചിന്റെ ആ സൗണ്ട്. Jesus is coming back soon. The trumpet will sound. യേശു വേഗം വരുന്നു. ആ
കാഹളം ഊതും. Imagine if you were on the train and you had to go to the toilet. നിങ്ങൾ ട്രെയിനിലായിരിക്കുന്നുവെന്ന് സങ്കല്പിക്കുക, നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണം. Sometimes when I was a little boy and I asked my mommy or daddy, I want to go to the toilet. ചിലപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ മമ്മിയോടോ ഡാഡിയോടോ പറയും എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന്. They would look at their watch and see, do we have time to go to the toilet? അവർ അവരുടെ വാച്ചിൽ നോക്കിയിട്ട് പറയും നമുക്ക് ഇപ്പോൾ പോകാൻ പറ്റുമോ എന്ന്. If we don't have time, no, you cannot go. നമുക്ക് അതിനുള്ള സമയമില്ലെങ്കിൽ ഇല്ല, നമുക്ക് പോകാൻ കഴിയില്ല. You have to wait. നിങ്ങൾ കാത്തിരിക്കണം. Because there's one thing we cannot afford to do. നമുക്ക് വിട്ടുകളയാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട്. We cannot miss the train. ആ ട്രെയിൻ വിട്ടുപോകാൻ നമുക്ക് കഴിയില്ല. You cannot be found stuck in the toilet after the train comes and goes. ആ ട്രെയിൻ വന്ന് പോകുന്ന സമയത്ത് ടോയ്ലറ്റിൽ സ്റ്റക്കായിരിക്കുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. Or if you're busy buying your tea or coffee or dosa, അല്ലെങ്കിൽ നിങ്ങൾ ചായയോ കാപ്പിയോ ദോശയോ വാങ്ങിക്കുന്ന തിരക്കിലായിരിക്കുന്നു. train comes and goes and you're still waiting for the food. നിങ്ങൾ ആ ട്രെയിൻ വന്നിട്ട് പോകുന്നു, നിങ്ങൾ ഇപ്പോഴും ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. Dear brothers and sisters and children, പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ, we're here on this earth for a very short time. നാം ഈ ഭൂമിയിലായിരിക്കുന്ന വളരെ ചുരുങ്ങിയ കാലത്തേക്കാണ്. And there should be nothing on this earth that holds our attention. ഈ ഭൂമിയിൽ നമ്മുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മറ്റൊരു കാര്യവും ഉണ്ടായിരിക്കരുത്. In such a way that we miss the train. ഈ ട്രെയിൻ നമ്മൾ വിട്ടുപോകുന്ന രീതിയിൽ നമ്മളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന We കാര്യം. have to work. നാം ജോലി ചെയ്യേണ്ടതുണ്ട്. You have to go to school. സ്കൂളിൽ പോകേണ്ടതുണ്ട്. There's lots of things you have to do to live on this earth. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. You can play a game if you want. നിങ്ങൾക്ക് ഒരു ഗെയിം കളിക്കാം, നിങ്ങൾക്ക് You want to go on a vacation somewhere, you can do that. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് സഞ്ചാരത്തിന് പോകാം. You want to spend your money and your time doing something. നിങ്ങളുടെ സമയമോ പണമോ ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെലവഴിക്കാം. No matter what we do, നാം എന്ത് ചെയ്താലും, do I have time? എനിക്ക് സമയമുണ്ടോ? Am I ready? ഞാൻ തയ്യാറാണോ? Are my suitcases ready? എൻ്റെ സൂട്ട് കേസസ് ഒക്കെ തയ്യാറാണോ? I remember when we used to go to Madras, now it's called Chennai. ഞങ്ങൾ മദ്രാസിൽ പോയിക്കൊണ്ടിരുന്ന സമയം, ഇപ്പോൾ അതിന് ചെന്നൈ എന്നാണ് പറയുന്നത്. ആ കാര്യം ഓർക്കുന്നു. My grandparents lived there. എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവിടെ ആണ് താമസിച്ചിരുന്നത്. And we used to go to the Bangalore cantonment station. ഞങ്ങൾ ബാംഗ്ലൂർ കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് പോയിരുന്നത്. And there was a train called the Brindavan Express that used to go to Chennai. ബൃന്ദാവൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അത് ചെന്നൈക്ക് പോകും. It would stop for exactly 4 minutes. അത് 4 മിനിറ്റ്, കൃത്യം 4 മിനിറ്റ് നേരത്തേക്കാണ് അത് നിൽക്കുന്നത്. 4 minutes to get, and we were 6 in our family. 4 മിനിറ്റ് ട്രെയിനിൽ കയറാനായിട്ട് ഞങ്ങൾ 6 പേരാണ് ഞങ്ങൾ കുടുംബത്തിൽ. All our suitcases, every suitcase and every person must be on the train within 4 minutes. ഞങ്ങളുടെ സൂട്ട് കേസസും എല്ലാ ആളുകളും 6 പേരും അവരുടെ ബാഗുകളും ഈ 4 മിനിറ്റുകൾക്കുള്ളിൽ അകത്ത് കയറണം. Very hectic. അത് വളരെ പ്രയാസമേറിയ കാര്യമാണ്. And that's why you didn't have time to wander off and go to the toilet or do lots of other things if the train was coming. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനും ടോയ്ലറ്റിൽ പോകാനും ട്രെയിൻ വരുന്ന സമയത്ത് അതിനൊന്നും ചെയ്യാൻ സമയമില്ലാതിരുന്നത്. John said, the train is coming. യോഹന്നാൻ പറയുന്നു, ഈ ട്രെയിൻ വരുന്നുണ്ട്. Beloved, it is the last hour. പ്രിയമുള്ളവരെ, ഇത് അവസാന മണിക്കൂറാണ്. That means the train is pulling into the platform now. അതിന്റെ അർത്ഥം ഈ ട്രെയിൻ ആ പ്ലാറ്റ്ഫോമിലേക്ക് കയർന്നു വരികയാണ്. Are we ready? നാം തയ്യാറാണോ? 1 John 2 verse 15. 1 യോഹന്നാൻ 2:15. Do not love the world nor the things in the world. If anyone loves the world, the love of the Father is not in him. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. For all that is on this train platform, all that is in the world, the lust of the flesh, the lust of the eyes, and the boastful pride of life is not from the Father but is from the world. ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കാര്യങ്ങളും ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രേ ആകുന്നു. The world is passing away. You're on this platform for a very short time, and also its lusts, but the one who does the will of God lives forever.
ഈ ലോകം ഒഴിഞ്ഞു പോകുന്നു, ഈ എന്നാൽ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും ഇരിക്കുന്നു. My dear church family, do we realize why we are here on this earth? എൻ്റെ പ്രിയ സഭ കുടുംബമേ, നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനാണെന്ന് നാം തിരിച്ചറിയുന്നുണ്ടോ? For some people, ministry on the platform is the big thing. ചില ആളുകളെ സംബന്ധിച്ചും പ്ലാറ്റ്ഫോമിലുള്ള ശുശ്രൂഷയാണ് വലിയ കാര്യം. What good is ministry if we are not ready for the train? നാം ആ ട്രെയിനിന് തയ്യാറായിട്ട് ആയിരിക്കുന്നില്ല എങ്കിൽ ആ ശുശ്രൂഷ എന്ത് പ്രയോജനമാണ്? What's the use of lots of activity, church meetings and other things if we're not ready for the train? പല പ്രവർത്തനങ്ങൾ, സഭ മീറ്റിങ്ങുകളും അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ട് എന്ത് പ്രയോജനമാണ് നാം ട്രെയിനിന് അല്ല എങ്കിൽ? We're told in Psalm 39. സങ്കീർത്തനം 39 പറയുന്നുണ്ട്, Verse 4, Psalm 39 verse 4. സങ്കീർത്തനം 39 4-ാം വാക്യം. Lord, make me to know my end and what is the extent of my days. Let me know how transient I am. കർത്താവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. Verse 5, Behold, you have made my days as handbreadths, and my lifetime as nothing in your sight. Surely every man at his best is a mere breath. 5-ാം വാക്യം. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. He uses the word breath. In James 4 it says a vapor. ഇവിടെ ഒരു ശ്വാസം എന്ന് പറയുന്നു. യാക്കോബ് 4 അതൊരു ആവി എന്ന് പറയുന്നു. Sometimes on a cold morning when you breathe, you can see your breath, the droplets in the air. ഒരു തണുത്ത പ്രഭാതത്തിൽ നാം ശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്വാസം നമുക്ക് കാണാൻ കഴിയും. Have you ever thought about how far does the breath go? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ആ ശ്വാസം എത്ര ദൂരം പോകുമെന്ന്? Just a short distance. അത് വളരെ ചെറിയൊരു ദൂരമാണ്. The moment it leaves your mouth, it's already dying. അത് നിങ്ങളുടെ വായിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ തന്നെ അത് മരിച്ചുകൊണ്ടിരിക്കുന്നു. Here we read it's like a hand breath. ഇവിടെ നാം വായിക്കുന്നത് ഒരു കൈയുടെ വീതിയാണ്. This is your whole life, brother, sister. ഇതാണ് നിങ്ങളുടെ മുഴുവൻ ജീവിതവും സൗരിസ്വരന്മാരെ. No matter where you think you are, no matter how much time you think you have left on this earth. നിങ്ങൾ എവിടെയാണെന്നോ എത്ര സമയം ഈ ഭൂമിയിൽ ഉണ്ടെന്നോ ഉള്ളത് പ്രശ്നമല്ല. It's a very short time. അത് വളരെ ചുരുങ്ങിയ കാലമാണ്. Even if you're young and at the beginning of your life, നിങ്ങൾ ചെറുപ്പമാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കമാണെങ്കിലും very soon you will reach here. വളരെ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ എത്തും. If you're, and most of us are somewhere past the halfway mark. മിക്കവരും ഈ പകുതി ദൂരം താണ്ടിയിരിക്കുന്നു. And Jesus is coming soon. യേശു വേഗത്തിൽ വരുന്നു. We're told in 1 Thessalonians chapter 5. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നാം കാണുന്നു. Jesus said that day will come like a thief in the night. യേശു പറയുന്നു അത് രാത്രിയിൽ കള്ളനെ പോലെ വരുന്നു ആ ദിവസം. And he says it again here in 1 Thessalonians 5 verse 2. വീണ്ടും 1 തെസ്സലോനിക്കർ 5:2 പറയുന്നു, You yourselves know full well that the day of the Lord, he's speaking to believers, to people in the church. ഇവിടെ സഭയിലുള്ള വിശ്വാസികളോടാണ് പറയുന്നത്, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. And he tells the church in Thessalonica, you know that it's going to come like a thief. തെസ്സലോനിക്കയിലുള്ള സഭയോട് പറയുന്നു, നിങ്ങൾക്ക് അറിയാമല്ലോ അത് കർത്താവിന്റെ നാൾ കള്ളൻ രാത്രിയിൽ വരുന്നത് പോലെയാണെന്ന്. Dear family, do you know that it's going to, the day of the Lord will come like a thief when you don't expect it? പ്രിയ കുടുംബമേ, നിങ്ങൾക്ക് അറിയാമോ കർത്താവിന്റെ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കള്ളൻ വരുന്നത് പോലെ ആയിരിക്കുമെന്ന്? You yourselves know full well that the day of the Lord will come just like a thief in the night. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. And Jesus said that if
the head of the house knew when the thief was coming, he would be prepared. യേശു പറയുന്നു, ആ വീട്ടുടമസ്ഥൻ കള്ളൻ എപ്പോൾ വരുമെന്ന് അറിയാമെങ്കിൽ അവൻ തയ്യാറായിരിക്കും. Verse 3, while they are saying peace and safety, then destruction will come upon them suddenly like a labor pains upon a woman with child, and they will not escape. മൂന്നാം വാക്യത്തിൽ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതല്ല. I believe that is the case for most people in this world, including most Christians. ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഈ ലോകത്തിലുള്ള മിക്ക ആളുകളുടെയും മിക്ക ക്രിസ്ത്യാനികളും ഉൾപ്പെടെ ഉള്ളവരുടെ അവസ്ഥ ഇതായിരിക്കുമെന്നാണ്. Just think about this for a moment. ഇതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കുക. If Jesus was to actually come right at this very moment, യേശു ഇപ്പോൾ ഈ നിമിഷം വരികയാണെങ്കിൽ what will your prayer be? നിങ്ങളുടെ പ്രാർത്ഥന എന്തായിരിക്കും? Lord, give me one more minute. I need to fix something. കർത്താവേ, എനിക്ക് ഒരു മിനിറ്റ് കൂടി തരണമേ, എനിക്ക് ചില കാര്യം ക്രമീകരിക്കാനുണ്ട്. When I came to this meeting, I said something to my wife. I need to give me 1 minute, Lord. 1 minute, just 1 minute. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയോട് ഞാൻ എന്തോ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഒരു മിനിറ്റ് തരണമേ, ഒരു നിമിഷം തരണം. I believe this is the cry from hell. ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് നരകത്തു നിന്നുള്ള കരച്ചിൽ. Give me 1 more minute, God. ദൈവമേ, എനിക്ക് ഒരു മിനിറ്റ് കൂടി I'll നൽകണമേ. give anything if you let me come back for 1 minute and repent. നീ ഒരു മിനിറ്റ് തിരിച്ചു വന്ന് മാനസാന്തരപ്പെടുവാൻ എന്നെ അനുവദിച്ചാൽ ഞാൻ നിനക്ക് എന്തും തരാം. The train is gone. എന്നാൽ ട്രെയിൻ പോയി കഴിഞ്ഞിരിക്കുന്നു. Once the train is left, there's no more minute to say, oh, I left a child behind, or I left one bag on the platform. ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ വിട്ടിട്ട് പോകുന്നു, എൻ്റെ ബാഗ് പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. Verse 4. നാലാം വാക്യം. But you, brethren, are not in darkness, that the day would overtake you like a thief. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. For you are all sons of light and sons of day. We are not of night nor of darkness. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു, നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. God has opened our eyes to see where the train is coming from. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നിരിക്കുന്നു, എവിടുന്നാണ് ട്രെയിൻ വരുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം. God has opened our ears to hear the sound of the trumpet. ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ ചെവികളെ കർത്താവ് തുറന്നിരിക്കുന്നു. But having done that, എന്നാൽ അത് ചെയ്തതിന് ശേഷം if you close your eyes and close your ears നാം നമ്മുടെ കണ്ണുകളെ അടയ്ക്കുകയും ചെവികളെ അടയ്ക്കുകയും ചെയ്താൽ, and fall asleep on the platform, ആ പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങിപ്പോയാൽ, or you're taken up with all the other things going on the platform, ആ പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്ന മറ്റു കാര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോയാൽ, then you will miss it. എന്നാൽ അവിടെ നിങ്ങൾ വിട്ടുപോകും. Verse 6, so then let us not sleep as others do, but let us be alert and sober. ആറാം വാക്യത്തിൽ, ആകയാൽ നാം ശേഷിപ്പുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കുക. For those who sleep do their sleeping at night, and those who get drunk at night. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. But since we are of the day, let us be sober. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും കവചവും നിശ്ചലമായ രക്ഷയുടെ പ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. Let's turn to Luke chapter 12. നമുക്ക് ലൂക്കോസ് 12 തിരിയാം. Luke 12 verse 34. ലൂക്കോസ് 12:34 വാക്യം. See, I told you the example of when I was a boy waiting for the train. ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ ട്രെയിനിന് വേണ്ടി കാത്തിരുന്ന ആ ഉദാഹരണം ഞാൻ പറഞ്ഞുവല്ലോ. No matter what, there were a lot of exciting things on the train platform, if I remember. ആ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ പല ആവേശഭരിതമാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. My parents never bought anything on the train platform for us. പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതാപിതാക്കൾ ഒന്നും വാങ്ങിച്ചു തന്നിരുന്നില്ല. My mom made the best food anyway. എൻ്റെ അമ്മ ഏറ്റവും നല്ല ഭക്ഷണം ഞങ്ങൾക്ക് തയ്യാറാക്കിയിരുന്നു. But even that was not as exciting as the train. എന്നാൽ അതുപോലും ആ ട്രെയിനിനോളം എനിക്ക് ആവേശം ഉളവാക്കുന്നതായിരുന്നില്ല. And it's because the train was so exciting to me that I look at look at that, but where's the train? ഈ ട്രെയിൻ ഇത്രമാത്രം ആവേശം ഉളവാക്കുന്നതായിരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയും നോക്കിയാലും ഞാൻ എപ്പോഴും എവിടെയാണ് ട്രെയിൻ എന്നാണ് നോക്കുന്നത്.
Jesus said, Luke 12 verse 34, ലൂക്കോസ് 12:34 യേശു പറയുന്നു, where your treasure is, there your heart will be also. നിങ്ങളുടെ നിക്ഷേപമുള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. Where is your treasure, dear brother, dear sister, dear children? നിങ്ങളുടെ നിക്ഷേപം എവിടെയാണ് പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ? Is it the train itself or something here on the platform? അത് ട്രെയിനിൽ തന്നെയാണോ അതോ ആ പ്ലാറ്റ്ഫോമിലുള്ള മറ്റെന്തെങ്കിലുമാണോ? What do I mean by that? അതിൽ കൊണ്ട് ഞാൻ എന്താണ് Is your അർത്ഥമാക്കുന്നത്? treasure Jesus Christ himself? യേശു ക്രിസ്തു തന്നെയാണോ നിങ്ങളുടെ നിക്ഷേപം? Are you so excited at the thought of his coming that you say, Lord, I'm ready right now? കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തയിൽ നിങ്ങൾ ഇത്രമാത്രം ആവേശമുള്ളതായിട്ട്, കർത്താവേ ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറായിരിക്കുന്നു എന്ന് പറയുമോ? I just asked us a question that if Jesus was to come at this moment, would I have to ask him for one more minute? ഞാൻ നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചു, യേശു ഈ നിമിഷം വരികയാണെങ്കിൽ കർത്താവിനോട് ഒരു മിനിറ്റ് കൂടി ചോദിക്കേണ്ടി വരുമോ എന്ന്. I think that's not the first time we have heard that. ഞാൻ ചിന്തിക്കുന്നത് ഇത് ആദ്യമായിട്ട് അല്ല നാം കേൾക്കുന്നതെന്ന്. I heard that in CFC when I was maybe 5 years old. CFCയിൽ ഞാൻ 5 വയസ്സുള്ളപ്പോൾ ഞാൻ കേട്ടിരുന്നു ഇത്. We have heard this from the very beginning. ഇത് തുടക്കത്തിൽ നിന്ന് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. Be ready for Jesus to come. യേശുവിന്റെ വരവിന് വേണ്ടി തയ്യാറായിരിക്കുക. I still remember hearing my dad say, I have only one goal in preaching to you. ഇപ്പോഴും എൻ്റെ പിതാവ് ഈ കാര്യം സംസാരിക്കുന്നത് ഞാൻ ഓർക്കുന്നു. നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഒരു ലക്ഷ്യമേ ഉള്ളൂ, that you'll have no regret when Jesus comes. യേശു മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ദുഃഖവും ഉണ്ടായിരിക്കരുത്. That's why he is corrected and encouraged and rebuked even. അതുകൊണ്ടാണ് നിങ്ങൾ തിരുത്തപ്പെടുന്നതും ഉത്സാഹിപ്പിക്കപ്പെടുന്നതും ശാസിപ്പിക്കപ്പെടുന്നതും ഒക്കെ. Because he doesn't mind even offending people, but he doesn't want them to have any regret when the train comes. അവന് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ആളുകൾക്ക് കർത്താവ് വന്നതിന് ശേഷം ഒരു ഖേദമുണ്ടായിരിക്കരുതെന്ന് അവന് ആഗ്രഹമായിരുന്നു. So we have heard this many times. ഈ കാര്യം നാം പലവട്ടം കേട്ടിട്ടുണ്ട്. But after that, if there's still something I have to set right today, എന്നാൽ അതിനുശേഷവും ഇപ്പോഴും എന്തെങ്കിലും ക്രമീകരിക്കപ്പെടാനായിട്ട് ഉണ്ടെങ്കിൽ, okay, if this is the first time you thought about, wow, Jesus might come right now, I should be ready. നിങ്ങൾ ഇപ്പോഴായിരിക്കാം ആദ്യമായിട്ട് യേശു ഇപ്പോൾ വരുമ്പോൾ ഞാൻ തയ്യാറായിരിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നത്. I believe for most of us, if not all of us, we have heard this before. ഞാൻ വിശ്വസിക്കുന്നു മിക്കവാറും പേര്, എല്ലാവരും അല്ലെങ്കിലും മിക്കവാറും പേരും ഇത് നേരത്തെ കേട്ടിട്ടുണ്ട്. If the honest response of your heart is yes Lord, I'm ready, സത്യസന്ധമായിട്ടുള്ള നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള മറുപടി ഇങ്ങനെ ആയിരിക്കുമെങ്കിൽ, കർത്താവേ ഞാൻ തയ്യാറാണ്, then what we heard today even already is just a reminder. Yes, നാം ഇന്ന് നേരത്തെ കേട്ടത് തന്നെ അത് നമുക്കൊരു ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. But if what I heard causes me to say, oh no, I have to go and set something right, എന്നാൽ ഈ കേട്ട കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ടാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ, ഇല്ല എനിക്ക് പോയി ചില കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ട് എന്ന്, then that means all the previous times I've heard this, I heard it, woke up for a little bit, but then went back to sleep. ഇതിനു മുമ്പ് ഞാൻ കേട്ട സമയത്തെല്ലാം ഞാനത് കേട്ടു, കുറച്ചു നേരത്തേക്ക് ഉണർന്നിരുന്നു, വീണ്ടും ഉറങ്ങുവാൻ പോയി. Verse 35, be dressed in readiness and keep your lamps lit. 35-ാം വാക്യം, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. I still remember my dad when the Brindavan Express was coming. ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ പിതാവ് ബൃന്ദാവൻ എക്സ്പ്രസ് വരുമ്പോൾ his hand was already on the suitcase ready to go. അദ്ദേഹത്തിന്റെ കൈകൾ ഷൂട്ട് കേസുകളിൽ ആയിരിക്കും റെഡി. The train is coming, you have a short time to get on. ട്രെയിൻ വരികയാണ്, കയറുവാൻ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. You know that you don't even have 4 minutes to get ready when Jesus comes. നിങ്ങൾക്കറിയാമോ, യേശു വരുമ്പോൾ 4 മിനിറ്റുകൾ പോലും ലഭിക്കുകയില്ല നിങ്ങൾ തയ്യാറാകുവാനായിട്ട്. The Bible says it'll be the twinkling of an eye. ബൈബിൾ പറയുന്നത് അത് ഒരു കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ടാണെന്ന്. You know how short is the twinkling of an eye? Like that. കണ്ണിമയ്ക്കുന്ന ആ സമയം എത്ര ചുരുക്കമാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? The train will come and it'll go. ട്രെയിൻ വന്നു പോകും. If you're not ready, you'll miss it. നിങ്ങൾ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ അത് വിട്ടുപോകും. There's no one more minute to set things right. ഇനി ശരിയാക്കാനായിട്ട് ഒരു മിനിറ്റ് കൂടി ഇല്ല. The time to set things right is now. കാര്യങ്ങൾ ശരിയാക്കുവാനായിട്ടുള്ള സമയം ഇപ്പോഴാണ്.
We are not of the darkness, we are of the day. നാം ഇരുട്ടിൻ്റെ ഉള്ളവരല്ല, നാം വെളിച്ചത്തിന് വേണ്ടിയുള്ളവരാണ്. We've been told the train is coming. We've been told the trumpet is going to sound. നമ്മോട് പറയപ്പെട്ടിരിക്കുന്നു ട്രെയിൻ വരുന്നുണ്ട്, കാഹളം ഊതാൻ പോകുന്നു എന്നുള്ളതൊക്കെ. Verse 36, be like men who are waiting for their master when he returns from the wedding feast, so that they may immediately open the door to him when he comes and knocks. 36-ാം വാക്യം, യജമാനൻ കല്യാണത്തിന് പോയി വന്ന് മുട്ടിയാൽ ഉടനെ വാതിൽ തുറന്നുകൊണ്ടിരിക്കേണ്ടതിന് അവൻ എപ്പോൾ മടങ്ങി വരുമെന്ന് കാത്തു നിൽക്കുന്ന ആളുകളോട് നിങ്ങൾ തുല്യരായിരിക്കുവിൻ. Blessed are those slaves whom the master will find on the alert when he comes. Truly I say to you that he will gird himself to serve and have them recline at the table and will come up and wait on them. 37, യജമാനൻ വരുന്നേരം ഉണർന്നിരിക്കുന്നവരായി കാണുന്ന ദാസന്മാർ ഭാഗ്യവാന്മാർ. അവൻ അരകെട്ടി അവരെ ഭക്ഷണത്തിനിരുത്തുകയും വന്ന് അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. Whether he comes in the second watch or even in the third and finds them so, blessed are those slaves. അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമത്തേതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. That means no matter what time of day, അതിൻ്റെ അർത്ഥം ദിവസത്തിൻ്റെ ഏത് സമയമാണെങ്കിലും, if he shows up suddenly at work, പെട്ടെന്ന് കർത്താവ് വരികയെങ്കിൽ, ജോലി സമയത്ത് വരികയെങ്കിൽ, will you have to say, Lord, I left home and I was unkind to my wife. I need to go back home quick and then you can come. കർത്താവിനോട് നമുക്ക് പറയേണ്ടി വരുമോ, കർത്താവെ ഞാൻ എൻ്റെ ഭാര്യയോട് കരുണയില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് തിരിച്ചുപോയി അത് ശരിയാക്കണം, കർത്താവെ കാത്തിരിക്കണമെന്ന്. Or like we heard, there's somebody that I cannot say friend, I cannot love them from my heart. അല്ലെങ്കിൽ ഞാൻ ഒരു വ്യക്തിയോട് എൻ്റെ സുഹൃത്താണെന്നോ അല്ലെങ്കിൽ അവരെ എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കാൻ കഴിയാത്തതായിട്ടുണ്ടോ. Verse 39, be sure of this, that if the head of the house had known at what hour the thief was coming, he would not have allowed his house to be broken into. 39-ാം വാക്യം, കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുറക്കുവാൻ സമ്മതിക്കുകയില്ല എന്ന് അറിയുവിൻ. You too be ready, for the Son of Man is coming at an hour that you do not expect. നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. Because Jesus is coming at a time when I do not expect, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് യേശു വരുന്നത് എന്നതുകൊണ്ട്, every single moment of day or night I should be ready. രാത്രിയോ പകലോ ഓരോ നിമിഷവും ഞാൻ തയ്യാറായിട്ടായിരിക്കണം. You know, God could have easily written in the Bible, I am coming in such and such a time. ദൈവത്തിന് ബൈബിളിൽ വളരെ എളുപ്പത്തിൽ എഴുതാമായിരുന്നു, ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന്. Easily he could have written. കർത്താവിന് വളരെ എളുപ്പത്തിൽ എഴുതാമായിരുന്നു. He could have said, December 29th, 2025, I am coming back. യേശുവിന് ഇങ്ങനെ ഒക്കെ എഴുതാമായിരുന്നു, 2025 ഡിസംബർ 29-ാം തീയതി ഞാൻ വരുമെന്ന്. If all God wanted was to take people to heaven, he would have done that. ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് കർത്താവിന് വേണ്ടിയിരുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. As we've heard often in CFC, God is not interested in taking people to heaven. നാം CFCയിൽ അടിക്കടി കേൾക്കാറുള്ള ദൈവം ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതിലല്ല താല്പര്യമുള്ളത്. Because otherwise he would have said, I'm coming December 29, 2025. Okay, you have until the 28th to do all your sin, then repent. അങ്ങനെ ആയിരുന്നെങ്കിൽ കർത്താവിന് ഇങ്ങനെ പറയാമായിരുന്നു, ഞാൻ ഡിസംബർ 29, 2025 വരുന്നു, നിങ്ങൾക്ക് ഡിസംബർ 28 വരെ പാപം ചെയ്യുകയും അത് ക്രമീകരിക്കുകയും ചെയ്യാനുള്ള സമയമുണ്ടെന്ന്. God is not interested in taking people to heaven. കർത്താവിന് സ്വർഗത്തിലേക്ക് ആളുകളെ കൂട്ടുക എന്നുള്ളതല്ല He താല്പര്യം. wants those who love him, തന്നെ സ്നേഹിക്കുന്നവരെയാണ് കർത്താവിന് who വേണ്ടത്. love his appearing, like Paul said. കർത്താവിന്റെ വരവിനെ സ്നേഹിക്കുന്ന പൗലോസ് They പറഞ്ഞതുപോലെ love it so much that in the midst of everything they're doing, they're constantly looking and listening for the train. അവരതിനെ എത്രമാത്രം സ്നേഹിക്കുന്നു, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇടയിലൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നു ട്രെയിൻ വരുന്നുണ്ടോ എന്നുള്ളത്. In verse 36 we read, he will come and knock. 36-ാം വാക്യത്തിൽ നാം വായിച്ചു, കർത്താവ് വന്ന് മുട്ടും എന്ന്. What do you think that knock will be? ആ മുട്ടൽ എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ Will he ചിന്തിക്കുന്നത്? knock and say, I'm here, loud knock? അവൻ വന്ന് ഉച്ചത്തിൽ മുട്ടുമോ, ഞാൻ ഇവിടെ വന്നു, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് And പറഞ്ഞു. then he'll wait, no answer for 1 minute. Okay, knock, I'm here, come, let's go. കർത്താവ് ഒരു മിനിറ്റ് കാത്തിരുന്ന്
ഒരു മറുപടിയും ഇല്ലെങ്കിൽ വീണ്ടും വന്ന് മുട്ടിക്കൊണ്ടിരുന്ന് വന്ന് ഞാൻ Still no answer. 2 minutes later, hey, come on, let's go, Santosh, wake up. വീണ്ടും ഒരു മറുപടി ഇല്ലാത്തപ്പോൾ വീണ്ടും മുട്ടിക്കൊണ്ട് 2 മിനിറ്റ് ആയി കഴിയുമ്പോൾ സന്തോഷ് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും മുട്ടുമോ? It won't be like that. അങ്ങനെ ആയിരിക്കുകയില്ല. You know what it will be like? അതെങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ? Just a knock and he's gone. ഒരു മുട്ടൽ അത് കഴിഞ്ഞ് പോയി. Twinkling of an eye. കണ്ണ് എമയ്ക്കുന്ന സമയം. So how will we be ready? എങ്ങനെയാണ് നാം തയ്യാറായിരിക്കുന്നത്? Our lives are full of things we have to do to live on this earth. നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നാം ഈ ഭൂമിയിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നിറഞ്ഞിരിക്കുന്നു. In the house of your life, you may be in the kitchen, you may be in the dining room, in the bedroom or some other room. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അടുക്കളയിലോ ഡൈനിങ് റൂമിലോ വേറെ ഏതെങ്കിലും മുറിയിലോ ആയിരിക്കാം. That means you're at work, you're at school, or you're sleeping, or you're doing something else that you need to do. നിങ്ങൾ ജോലി സ്ഥലത്തോ സ്കൂളിലോ നിങ്ങൾ ഉറങ്ങുകയോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയോ ആയിരിക്കാം. How will you hear the knock? എങ്ങനെയാണ് ആ മുട്ടൽ കേൾക്കുന്നത്? Your ear is constantly listening at the door. ആ വാതിൽക്കൽ വളരെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന Dear brothers and dear sisters and dear children. പ്രിയ സഹോദരന്മാരെ, പ്രിയ സഹോദരിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, in the midst of all that we do throughout the day, നാം ഓരോ ദിവസം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ, even in the midst of this conference and the wonderful time we are having together, ഈ കോൺഫറൻസിന് നടുവിൽ പോലും നമുക്ക് ലഭിക്കുന്ന വളരെ മനോഹരമായ സമയത്തിന്റെ ഇടയിൽ listen ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. Lord, is this when you're going to come? കർത്താവേ, ഇപ്പോഴാണ് അങ്ങ് വരാൻ പോകുന്നത്. I'm waiting for you, Lord. ഞാൻ അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു കർത്താവേ. I came to this conference not to see a bunch of friends. I came to this conference to sharpen my ear to hear you. ഞാൻ ഈ കോൺഫറൻസിൽ വന്നത് എൻ്റെ സുഹൃത്തുക്കളെ കാണുവാൻ വേണ്ടിയല്ല. ഞാൻ ഇവിടെ വന്നത് അങ്ങേ കേൾക്കുവാനായിട്ട് എൻ്റെ ചെവി കൂർപ്പിക്കുവാൻ വേണ്ടിയാണെന്ന്. And I may be in the back room somewhere doing something. ഞാൻ പുറകിലുള്ള മുറിയിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. But I hear the knock. ഞാൻ ആ മുട്ടൽ കേൾക്കുന്നു. And I run to the door and say, yes, Lord, I was ready. ഞാൻ ആ വാതിൽക്കലേക്ക് ഓടി, കർത്താവേ, ഞാൻ തയ്യാറാണെന്ന് പറയും. I was preparing for my final exam, but you came. I'm ready. എൻ്റെ അവസാന പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയായിരുന്നു, എന്നാൽ അങ്ങ് വന്നു, ഞാൻ തയ്യാറാണ്. I was about to get married, but you came. I'm ready. ഞാൻ വിവാഹം കഴിക്കുവാൻ തയ്യാറായിരിക്കുകയായിരുന്നു, എന്നാൽ അങ്ങ് വന്നു, ഞാൻ തയ്യാറാണ്. I was about to score the goal in football, but you came. I'm ready. ഞാൻ ഫുട്ബോളിൽ ഗോൾ അടിക്കുവാൻ തുടങ്ങുകയായിരുന്നു, എന്നാൽ കർത്താവ് വന്നു, ഞാൻ തയ്യാറാണ്. I'm ready. ഞാൻ തയ്യാറാണ്. There's nothing on this earth that I'm wanting more than your coming. ഈ ഭൂമിയിൽ അങ്ങയുടെ വരവിനേക്കാൾ അധികമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നുമില്ല. We already heard about the 5 virgins and the five foolish virgins and the 5 wise virgins. നാം 5 ഭോഷരായിട്ടുള്ള കന്യകമാരെ കുറിച്ചും 5 ബുദ്ധിമതികളായിട്ടുള്ള കന്യകരെ കുറിച്ച് നാം കേട്ടല്ലോ. Matthew 25. Let's look at that again. നമുക്ക് വീണ്ടും അവിടെ നോക്കാം. മത്തായി 25. As I was listening to Brother Victor, I saw a couple things here I thought I would share. ബ്രദർ വിക്ടറിനെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. It says in Matthew 25 verse 5 that the bridegroom was delaying. മത്തായി 25ന്റെ 5ാം വാക്യത്തിൽ പറയുന്നത്, മണവാളൻ താമസിക്കുമ്പോൾ. Even the wise virgins got drowsy and began to sleep. ബുദ്ധിയുള്ള കന്യകമാർ പോലും മയക്കം വന്ന് ഉറങ്ങിപ്പോയി. I don't know what exactly that means in terms of the condition of the world. ഈ ലോകത്തിന്റെ അവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തി അത് എന്തായിരിക്കുമെന്ന് എനിക്ക് അറിയില്ല. I don't believe it means that they were spiritually asleep. അത് അവർ ആത്മീയരായിട്ട് ഉറങ്ങുകയായിരുന്നു എന്നുള്ളത് എനിക്ക് അല്ല എന്നാണ് ചിന്തിക്കുന്നത്. Because they had oil in their flask in secret. കാരണം അവരുടെ പാത്രത്തിൽ രഹസ്യത്തിൽ എണ്ണ ഉണ്ടായിരുന്നു. But the bridegroom was delaying. എന്നാൽ മണവാളൻ താമസിക്കുകയായിരുന്നു. Why is the bridegroom delaying? എന്തുകൊണ്ടാണ് മണവാളൻ താമസിച്ചത്? Why is the train late? എന്തുകൊണ്ടാണ് ട്രെയിൻ വൈകിയത്? To see if there will be something else on the platform that will excite you. ഈ പ്ലാറ്റ്ഫോമിൽ മറ്റെന്തെങ്കിലും എന്നെ ആവേശം കൊള്ളിക്കുവാൻ ഉണ്ടായിരിക്കുമോ എന്ന്. Maybe initially that little tea or coffee didn't excite you. ഒരുപക്ഷെ തുടക്കത്തിൽ ആ ചായയോ കാപ്പിയോ നിങ്ങളെ ആവേശം കൊള്ളിച്ചില്ലായിരിക്കാം. Egg dosa wasn't exciting to you. ആ മുട്ടദോശയും നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. But after it delayed for some time, എന്നാൽ അത് കുറച്ച് വൈകിയ സമയത്ത് the vadas came. വട വന്നു.
And then you're like, oh, let me have the vada. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് വട വേണം. And that distracted you. അത് നിങ്ങളെ ശ്രദ്ധ മാറ്റി. The bridegroom is delaying to see, is there something he wants to check all the way to the bottom of my heart to see that there's nothing in this world that excites me. മണവാളൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നോക്കി എന്നെ ആവേശഭരിതനാക്കുന്ന മറ്റൊന്നും ഇല്ല എന്ന് ഉണ്ടാക്കിയില്ല എന്ന് നോക്കണം. The bridegroom was delaying. മണവാളൻ വൈകുകയാണ്. And in verse 10, as the train came, 10ാം വാക്യത്തിൽ മണവാളൻ ട്രെയിൻ വന്നപ്പോൾ, and the bridegroom came, all of a sudden the foolish virgins realized they didn't have oil. മണവാളൻ വന്നപ്പോൾ മടയരായിട്ടുള്ള കന്യകകൾ കണ്ടെത്തി അവർക്ക് എണ്ണ ഇല്ല എന്ന്. They didn't have the ticket. അവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എന്ന്. They didn't have all their bags ready. അവരുടെ ബാഗുകൾ തയ്യാറായിരുന്നില്ല എന്ന്. And so they quickly tried to go and get something. 1 minute, just 1 minute, let me get the ticket. അവർ പെട്ടെന്ന് പോയി എന്തോ എടുക്കുവാൻ പോയി, 1 മിനിറ്റ് ഞാൻ പോയി ടിക്കറ്റ് എടുക്കട്ടെ. And while they were going away, verse 10, to make the purchase, the bridegroom came, and those who were ready went in with him to the wedding feast, and the door was shut. 10ാം വാക്യത്തിൽ അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. God is a very loving, patient God. ദൈവം വളരെ സ്നേഹിക്കുന്ന ക്ഷമയുള്ള കർത്താവാണ്. I'll show you a verse in Genesis chapter 7. ഞാൻ ഉൽപ്പത്തി 7ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കാണിക്കാം. You know that Noah preached to the world for many 100 years or so. നിങ്ങൾക്കറിയാം നോഹ ഈ ലോകത്തോട് പല നൂറ്റാണ്ടുകൾ പ്രസംഗിച്ചുവെന്ന്. And that was a very patient. Noah was preaching. അത് വളരെ ക്ഷമയോടുകൂടിയുള്ള കാര്യമാണ്. നോഹ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. The flood is coming, get in the ark. The flood is coming, get in the ark. വെള്ളപ്പൊക്കം വരാൻ പോവുകയാണ്, പെട്ടകത്തിലേക്ക് കയറുക. വെള്ളപ്പൊക്കം വരുന്നു, പെട്ടകത്തിലേക്ക് He കയറുക. didn't have some fancy theology or anything like that. The message was very simple. നോഹയ്ക്ക് വളരെ വിചിത്രമായിട്ടുള്ള ചില തത്വശാസ്ത്രമൊന്നുമില്ലായിരുന്നു. ആ സന്ദേശം വളരെ ലളിതമാണ്. You don't need to go to seminary to know the message. സെമിനാരിയിൽ പോകേണ്ട കാര്യമില്ല ആ സന്ദേശം മനസ്സിലാക്കുവാൻ. Be ready when Jesus comes. യേശു വരുമ്പോൾ തയ്യാറായിരിക്കുക. When the flood comes, be ready. വെള്ളപ്പൊക്കം വരുമ്പോൾ തയ്യാറായിരിക്കുക. And only his wife and his 3 sons and their wives listened to him. അവൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും നോഹയുടെ ഭാര്യയും മാത്രമേ അവനെ കേട്ടുള്ളൂ. And it says, Genesis 7 verse 16, ഉൽപ്പത്തി 7:16 വാക്യം. last line, the Lord closed the door behind him. അവസാനത്തെ ലൈൻ, യഹോവ വാതിൽ അടച്ചു. God is tremendously patient and long suffering and loving. കർത്താവ് വളരെ ക്ഷമയുള്ളവനും സഹിഷ്ണുതയുള്ളവനും സ്നേഹിക്കുന്നവനുമാണ്. He doesn't want anybody to perish, we are told. ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്ന് നാം കേട്ടു. He doesn't want anyone to be lost. ആരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. But one day he will close the door. എന്നാൽ ഒരു ദിവസം കർത്താവ് വാതിൽ അടയ്ക്കും. What do you think happened when God closed the door? ഇവിടെ കർത്താവ് വാതിൽ അടച്ചപ്പോൾ എന്ത് സംഭവിച്ചുവെന്നാണ് ചിന്തിക്കുന്നത്. Next, rain started to come. അപ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. And all of a sudden, everybody realized Noah was right. പെട്ടെന്ന് തന്നെ എല്ലാവരും മനസ്സിലാക്കി നോഹ ശരിയായിരുന്നു. And there was a mad rush to the door of the ark. അവിടെ ആ പെട്ടകത്തിന്റെ വാതിൽക്കിലേക്ക് വളരെ വലിയൊരു തിരക്കുണ്ടായിരുന്നു. And I'm sure Noah heard his brother saying, let me in, Noah, you're my brother. നോഹയുടെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഉറപ്പാണ്. നോഹ എന്നെ അകത്തേക്ക് അനുവദിക്കുക, അകത്തേക്ക് അനുവദിക്കുക, ഞാൻ നിന്റെ സഹോദരനാണ്. Noah's wife's sister saying, you're my sister, please open the door, let me in. നോഹയുടെ ഭാര്യയുടെ സഹോദരി പറയുന്നു, ഞാൻ നിന്റെ സഹോദരിയാണ്, എന്നെ ദയവായി അനുവദിക്കണമേ അകത്തേക്ക്. What do you think? God is so patient. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ദൈവം വളരെ ക്ഷമയുള്ളവനാണ്. Cannot his patience be extended 1 more minute to reopen the door so everybody can come in? ദൈവത്തിന്റെ ക്ഷമ
ദീർഘക്ഷമ അത് ഒരു മിനിറ്റ് കൂടി നീട്ടി മറ്റുള്ളവരെ കൂടെ അകത്തേക്ക് കടത്താൻ കഴിയുകയില്ലേ? God is eternally patient. ദൈവം നിത്യമായിട്ടും ക്ഷമയുള്ളവനാണ്. His loving kindness is forever. കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളതാണ്. But when he shuts the door, it will never be opened again. എന്നാൽ കർത്താവ് വാതിൽ അടയ്ക്കുകയാണെങ്കിൽ അത് ഒരിക്കലും തുറക്കുകയില്ല പിന്നീട്. That's why he's given us time now to repent. അതുകൊണ്ടാണ് ഇപ്പോൾ മാനസാന്തരപ്പെടുവാൻ കർത്താവ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. Where our heart is, there our treasure is also. എവിടെയാണ് നമ്മുടെ ഹൃദയം അവിടെയായിരിക്കും നമ്മുടെ നിക്ഷേപം. Where is your heart, dear brother, dear sister? എവിടെയാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ And dear children? പ്രിയ കുഞ്ഞുങ്ങളെ, Is your heart in something in this earth? നിങ്ങളുടെ ഹൃദയം ഈ ഭൂമിയിലുള്ള എന്തെങ്കിലും കാര്യത്തിലാണോ? Even ministry, ശുശ്രൂഷയിലാണോ? activity, പ്രവർത്തനങ്ങളിലാണോ? some business success? ചില ബിസിനസ്സിലുള്ള ചില വിജയത്തെക്കുറിച്ചാണോ? God has given us life to live here on this earth and work to do and things to enjoy. കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടും ജോലി ചെയ്യുവാനായിട്ടും നമുക്ക് ആസ്വദിക്കുവാനായിട്ടും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. Midst of all of that, be listening. അതിന്റെ എല്ലാം നടുവിൽ നാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. Listen for the knock. ആ മുട്ടലിന് വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. That trumpet is going to be a very unique trumpet. ആ കാഹളം ഒരു പ്രത്യേക കാഹളമായിരിക്കും. The trumpet is normally a very loud instrument. കാഹളം സാധാരണ വളരെ ശബ്ദമുള്ള ഒരു ഉപകരണമാണ്. But this trumpet is going to be a brief blast. എന്നാൽ ഈ കാഹളം വളരെ ചെറിയ ഒരു ശബ്ദമായിരിക്കും. Knock in the door. വാതിലുള്ള ഒരു മുട്ടൽ. This is the time to repent. ഇതാണ് മാനസാന്തരപ്പെടുവാനുള്ള സമയം. Acts 17 verse 30 we read. അപ്പോസ്തല പ്രവൃത്തികൾ 17:30. The times of ignorance God overlooks. അറിയായ്മയുടെ കാലങ്ങളെ കർത്താവ് കണക്കാക്കുന്നില്ല. But now he commands men everywhere, repent. എന്നാൽ ഇപ്പോൾ എല്ലാ മനുഷ്യരോടും കർത്താവ് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നാണ്. Amen. ആമേൻ.